ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല. നമ്മൾ ഈ പരിപാടി നിർത്താൻ പോവുകയാണ്. അതായത് ഈ ഷാജി എന്ന് പറയുന്ന കണ്ടന്റ് നമുക്ക് കൊണ്ടു തന്ന ആൾക്കാരോട് നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങി. നമ്മളെ കൊണ്ടാവില്ല. ഇതൊരു വല്ലാത്ത മാതിരിയുള്ള ഒരു പഹയത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. എനിവേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഷാജിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, റൌഫ് എന്ന് പറയുന്ന ആ ഒരു കാമവെറിയനായിട്ടുള്ള ഹംക, സൗദിയിൽ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന ഹംക, ഓയിൽ കമ്പനിയിലോ മറ്റോ ആണെന്ന് മനസ്സിലാക്കുന്നു. ആ ഹംകയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് ഷാജി എന്ന് പറയുന്നു. കുറച്ച് സത്യങ്ങൾ, കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ഷാജി ഏറ്റവും ഒടുവിലത്തെ അവരുടെ വീഡിയോയിൽ വിളിച്ചോതുകയാണ്. അത് തീർച്ചയായും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു കാമക്കടുവിയായി മാറിയ ഈ പറഞ്ഞ റഹൂഫ് എന്ന് പറയുന്ന ഈ ഒരു കാമക്കടുവിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജിദയ്ക്ക് മാത്രമല്ല, ജസ്നെ എന്ന് പറയുന്ന ആ ഒരു വ്ലോഗ് ചെയ്യുന്ന പെൺകുട്ടിക്കും 3 ലക്ഷം രൂപ ഈ പറയുന്ന ഭഹയൻ കൊടുത്തു എന്നാണ് ഷാഹിദ പറയുന്നത്. ഷാജിദയാണ് അത് പറയുന്നതുകൊണ്ട് അത്ര കണ്ടങ്ങോട്ട് വിശ്വസിക്കാനും കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ വല്ലാത്ത ഹലാക്കിൽ ഒരു ഇടപാടായി. ഇപ്പോൾ ഈ റഫൂഖ് എന്ന് പറയുന്ന ഈ ചങ്ങായിക്ക് ഓന് ഇത് വരണം, ഓൻ അത്തരക്കാരനാണ്. ഓൻ്റെ ലക്ഷങ്ങൾ പല ആൾക്കാർക്ക് പല രീതിയിൽ കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അതിലേക്കൊക്കെ പോകാം. അതിന് ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ ആ ചൂണ്ടുവെള്ളം കണ്ടൊന്ന് ടച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. എനിവേ, റൌഫ് എന്ന് പറയുന്ന ഈ പഹയന് 4 ലക്ഷത്തിലധികം രൂപ മൊത്തത്തിൽ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 ലക്ഷത്തിലല്ല, അതിൽ കൂടുതൽ പൈസ പലർക്കായും ഇദ്ദേഹം കൊടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ഇതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് വ്ളോഗർമാരായിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇദ്ദേഹം സഹായിക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന നമ്മുടെ സുഹൃത്ത്, ചിലർക്കെങ്കിലും അറിയാം, നമ്മുടെ ജയദേവൻ എന്ന് പറയുന്ന ചേട്ടൻ, അദ്ദേഹം ഇതേപോലെ തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇതേപോലെ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കും. പൈസ മേടിച്ചതിന് ശേഷം അവസാനം അദ്ദേഹത്തിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കുന്നതാണ് മിക്കവരുടെയും പരിപാടി. അവരെ അപരാധികളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷനോ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഒരു പുരുഷന്റെ ഒരു സ്ത്രീ ഇതേപോലെ കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്നത് ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരികയെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങും. ഇപ്പൊ ജസ്റ്റ് 3 ലക്ഷം രൂപ അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ, അവളൊരു യൂട്യൂബറാണ്. അപ്പൊ അവൾക്കും ആലോചിച്ചൂടെ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ അടുത്തൊക്കെ പൈസ മേടിച്ചു വരണം, വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും അയാളുടെ അടുത്ത് പൈസ മേടിച്ചു. സത്യം തന്നെയാണ്. അത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൈസയും കൊണ്ട് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളാരും. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെ കണ്ടവരുടെ പൈസ മേടിച്ചിട്ടൊന്നല്ല ഞാൻ എന്റെ മക്കളെ നോക്കണേ. അന്തസ്സായി യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടും പൈസ കിട്ടിയിട്ട് അതിനുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ എന്റെ മക്കളെ നോക്കണേ. ഇയാളുടെ പൈസ ഒരു ഡേറ്റ് ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിന് അയാൾക്ക് ഞാൻ അവിടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കും. പൊതുവെ പൈസ മേടിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത്, ഞാൻ കറക്റ്റ് ഡേറ്റിന് ഞാൻ പൈസ കൊടുത്തിരിക്കും, ഞാൻ കടമായിട്ടാണ് മേടിച്ചിരിക്കുന്നത് എന്നെല്ലാം പൊതുവെ ആരെ എടുത്തു നോക്കിയാലും ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പൈസ മേടിക്കുന്ന പെണ്ണുങ്ങളെല്ലാം പറയുന്ന ഡയലോഗ് ഇത് തന്നെയാണ്. ഞാൻ കറക്റ്റ് ആളാണ്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല എൻ്റെ പിള്ളേരെ വളർത്തുന്നത്, ഞാൻ അധ്വാനിച്ചാണ് കഷ്ടപ്പെടുന്നത്, ഞാൻ ഒരാളുടെ നിന്ന് പൈസ മേടിക്കാറില്ല, ഇവൻ ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഞരമ്പ് രോഗി ആയതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പൈസ മേടിച്ച്, ഇവൻ ഞരമ്പ് രോഗിയാണ്, അത് വേറെ സത്യം. നമുക്ക് അതിലോട്ട് വരാം. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. ഈ കള്ള ഹിമാറുമായിട്ട് ഷാജിദ എങ്ങനെയാണ് അടുപ്പമുണ്ടായത്? കുറച്ച് ഒരു ശരിക്കും പറഞ്ഞ ഒരു 1 മന്ത് മുന്നേ ഒക്കെ, 1 മന്ത് ആയിട്ടില്ല, ഒരു 2 വീക്ക് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ്. 3 മക്കളെന്തോ ഉണ്ട്. അയാളുടെ വൈഫ് കൂടെ ഇല്ല, അയാൾ നാട്ടിലില്ല, സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. പേര് റൌഫ്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അയാളുടെ വൈഫ് ഒഴിവായി പോയി. എന്താണ് അയാളുടെ വൈഫ് എവിടെയോ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു, അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ, ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ, ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു, കുറച്ച് ക്യാഷ് ഇട്ടു. ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു. അതായത് ആ പഹയന്റെ രീതി ഇതാണ്. ആരെങ്കിലും പരിചയപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൈസ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വേണ്ട. അക്കൗണ്ട് നമ്പർ ഒരു സംഭവങ്ങളും വേണ്ട. പരിചയപ്പെട്ടതിന് ശേഷം ചിലർ ഷേക്കാൻ്റെ കൊടുക്കുന്നതാണ് ഓന്റെ പരിപാടി. ഓൻ പൈസ അങ്ങ് ഇട്ട് കൊടുക്കുക അക്കൗണ്ടിലേക്ക്. അക്കൗണ്ട് നമ്പർ ഒരു പുല്ലും എനിക്ക് വേണ്ട. മാമി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള്, അപ്പൊ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി, ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല. അപ്പൊ ഇയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മെഹർ മേടിക്കണം, ഗോൾഡ് മേടിക്കണം, നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അതാണ് ഈ കള്ള ഹിമാറിന്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഓൻ കാശ് ഇടുകയാണ്. അല്ലാതെ ഷാജിദ ചോദിച്ചിട്ടില്ല. ഷാജിദ പൈസ ചോദിക്കാറേ ഇല്ല. പൈസ ചോദിക്കുന്ന പരിപാടി ഷാജിദയ്ക്കില്ല. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ അഭിഹിതത്തിന് വരും. അഭിഹിതം നമുക്ക് വലിയ ഹറാമാണ്. അതുകൊണ്ട് ഓന്റെ പൈസ ഒരിക്കലും ഷാജിദ ആഗ്രഹിച്ചിട്ടില്ല. ഓൻ പക്ഷെ നിരന്തരമായിട്ട് പഹയം പൈസ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ,
എൻ്റെ എളാമാൻ്റെ മോന് ഗൾഫിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനിക്ക് സഹായിച്ചു. അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു, അവനിക്ക് കുറച്ച് പൈസ അവന് സംസാരിച്ചു കേട്ടോ, അവന് സാക്ഷിയാണ്. അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അപ്പോൾ ഞാൻ ഇവനിക്ക് മൊത്തം പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു, ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് 19,000 റുപ്യ ഞാൻ സഹായിച്ചു കേട്ടോ. അപ്പോൾ ആ പൈസ അങ്ങനെ പോയി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഞാൻ മേടിച്ചത് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ്. പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇയാളിൻ്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. എല്ലാ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. ഇയാളുടെ താത്ത കുറെ ഫോട്ടോകൾ ആവശ്യപ്പെട്ടു അയച്ചു കൊടുത്തെന്ന് പറയുന്നു. ഇത്രമാത്രം പൈസ മുടക്കി ആ പഹയൻ ഫോട്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് തരം ഫോട്ടോ ആയിരിക്കും എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ഹിമാറിനും ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഓൻ ചില്ലറക്കാരനല്ല. വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക, പിന്നെ ഇയാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല. ഈ റഹൂഫ് എന്ന് പറയുന്നവൻ വല്ലാത്തൊരു പഹയൻ തന്നെ. 3 ലക്ഷം രൂപ ഒക്കെ എന്തിനാണ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരു പഹയത്തിക്കൊക്കെ അയച്ചു കൊടുക്കുന്നത്? എന്ത് കണ്ടിട്ട് അനക്ക് അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ 4 മുടക്കി എറണാകുളത്ത് വന്നില്ല ഹേമ കമ്മിറ്റിയിലൊക്കെ വന്ന് നല്ല മഞ്ചത്തിമാരും നടിമാരെ ഇഷ്ടം പോലെ കിട്ടും പഹയ. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക, ഇനി ഇയാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് ഒഴിവാക്കിയിട്ട് എന്താ പറയാ, ഇയാളുടെ പൈസ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അക്കൗണ്ടിൽ ഞാൻ ഇവനിക്ക് സഹായിച്ചുകൊണ്ട് ആ ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇയാളോട് ഞാൻ പറഞ്ഞു, ഇന്നൊരു കുറച്ച് അവധി തരണം, ഞാൻ നിങ്ങളെ പൈസ അയച്ചു തരാം, ഞാൻ ഈ കല്യാണത്തിന് പെരുമാറണേ, എനിക്ക് പറ്റില്ല. പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തു. ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത്, എവരുടെ കൂടെ പോയിരിക്കുന്നത്, എന്തിനാ പോയിരിക്കുന്നുണ്ട്, ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത്, എവരുടെ കൂടെ പോയിരിക്കുന്നത്, എന്തിനാ പോയിരിക്കുന്നുണ്ട്. കെട്ടുന്നതിന്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചറിങ് തന്നാ പിന്നീട് അങ്ങനെ എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ എന്താവും എന്ന് വിചാരിച്ചിട്ട് അതിൽ ഓനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഓൻ ഇത്രയും അധികം പൈസ അയക്കുകയും മേറൊക്കെ മേടിച്ചേരിയൊക്കെ ചെയ്തിട്ട് ഓനറിയാതെ ഈ പറഞ്ഞ സുഹൃത്തുക്കളുടെ വയനാട്ടിൽ പോവുക, അവരുടെ കുന്തളിച്ച് നടക്കുക, അവരുടെ ഹോട്ടലിൽ റൂം എടുക്കുക, ഓൻ ഇതൊക്കെ സഹിക്കാൻ പറ്റും? അതിൽ ഓൻ കുറ്റം പറഞ്ഞാൽ ഓനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാന് ഈ സംഭവം ഒഴിവാക്കി. അയാളുടെ പറഞ്ഞു വയനാട്ടിൽ പോയത് എനിക്ക് ഇഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി, ഞാൻ അവനെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ നിങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ നിങ്ങളും ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ ഞാനിങ്ങനെ പൈസ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന നല്ല ഈമാനുള്ള നല്ല അടക്കം ഒതുക്കമുള്ള ഒരു കുട്ടി. ഈ കുട്ടിയെ കെട്ടാൻ ഇനിയും ആൾക്കാർ വരും, തർക്കമില്ലാത്ത കാര്യമാണ്. സോ ഇതിൽ മറ്റേ ഈ പറഞ്ഞ ജസ്നയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ജസ്ന ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതിൽ ഷാജിദയെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതുപോലുള്ള പഹയന്മാരുണ്ട്, ഞരമ്പ് രോഗികളായിട്ടുള്ള, ഇങ്ങനെ പൈസ ധാരാളം ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പൈസ കൊടുത്തിട്ട് അവരെ ചൂഷണം ചെയ്യാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ ഈ രീതിയിൽ തന്നെ വഹിക്കണം. കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, ചെയ്തത് ശരി തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ചതി ചോദിച്ചെന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു, കാരണം കല്യാണം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈ പറഞ്ഞ മഹർ മേടിച്ചു കൊടുത്തു, മഹർ ഇട്ടു, പേരൊക്കെ കൊത്തിവെച്ചു. അതിനുശേഷം പൊടുന്നനെ മറ്റൊരു പയ്യനെ കണ്ടപ്പോൾ, ഈ പറഞ്ഞ ഷറഫലി ഫ്രണ്ടാന്ന് പറഞ്ഞെങ്കിലും അവനോടൊപ്പം ഈ പറഞ്ഞ ഉല്ലാസയാത്രയ്ക്ക് പോയപ്പോഴാണ് ഇവർ തമ്മിൽ വേർപിരിഞ്ഞെന്ന് പറയുന്നു. സോ ആ കാണിച്ചത് അത്ര നല്ല സുഖകരമായ പരിപാടിയല്ല. അതിന്റെ പേരിൽ വേർപിരിഞ്ഞ അപ്പുവിനെ കുറ്റം പറയാനും പറ്റത്തില്ല. ഓന്നാളെ നിക്കാതെ കഴിച്ചാൽ ഇതൊക്കെ ഓൻ കണ്ടുകൊണ്ടിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഓനൊരു വല്ലാത്ത പഹയനായി പോകും. അതുകൊണ്ടാണ് ഓൻ ഇപ്പൊ തന്നെ അതിന് വിലക്ക് കൽപ്പിച്ചത്. അതിൽ ഓനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എനിവേ ഇതെല്ലാം ഓക്കെ. പക്ഷേ ഈ ഷാഹിദ പറഞ്ഞ അവസാനത്തെ പറഞ്ഞ ഡയലോഗ്, ഒരാൾ പൈസ തരാൻ തയ്യാറായാൽ ഏത് പെണ്ണുങ്ങളും വാങ്ങുമെന്ന്, ഒന്നിവസം തന്നെയാണ്, ചെറ്റത്തരമാണ്. ഈ 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം പിള്ളേരടക്കം ആളുകൾ ഷാഹിദയുടെ വീഡിയോ കാണുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്. കാരണം അങ്ങനെയല്ല എല്ലാ സ്ത്രീകളും. വളരെ അപൂർവം, വളരെ റെയറായിട്ടുള്ള എനിക്ക് എണ്ണി പറയാവുന്ന 1-2 പേര് സോഷ്യൽ മീഡിയയിൽ അറിയാവുന്ന 2-3 പേരുണ്ട്. അവർ മാത്രമേ ഇതേപോലെ പൈസ ഇറങ്ങുന്ന ആണുങ്ങളുടെ നിന്ന് മേടിച്ചിട്ട് അവരെ വലിപ്പിച്ചിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്നിട്ട് വലിയ ന്യായം അടിക്കും. ആ രീതി ശരിയല്ല. അത് ശുദ്ധ തെമ്മാടിത്തരവും പോക്കത്തരവും അന്തസ്സില്ലായ്മയും കുടുംബത്തിൽ പറഞ്ഞവരാരും അത് ചെയ്യത്തില്ലെന്ന് മനസ്സിലാക്കുക. ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക.